തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ സുഗതനെ ജയിലിൽ സന്ദർശിച്ച ശേഷമാണ് BJPയുടെ ഞങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഗതന് അനുകൂലമായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കി എന്നതിൻ്റെ പേരിൽ ഡോക്ടർ ചിത്രയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള നടപടി അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥയായിട്ടുള്ള ഡോക്ടർ ചിത്ര നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. സർക്കാരിൻ്റെ നയപ്രകാരം എന്ന് പറഞ്ഞാണ്, നയത്തിനെതിരാണ് എന്ന് പറഞ്ഞാണ് നടപടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ളതാണ് KM ഷാജിയുടെയും സർക്കാരിൻ്റെയും നയമെങ്കിൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ നടപ്പാക്കേണ്ടത് ആ നയമാണ് എന്നുള്ള വാദമാണോ ശ്രീ VD സതീശനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനുമുള്ളത് എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഡോക്ടർ ചിത്ര ഭരണഘടനാനുസൃതമായും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ഉള്ള ചട്ടങ്ങൾക്കനുസൃതമായിട്ടുമുള്ള നിലപാടാണ് എടുത്തത്. ഒരു ജനപ്രതിനിധി, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനും അതോടൊപ്പം തന്നെ ലീവ് അപേക്ഷ കൊടുക്കാനുമുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് അച്ചടക്ക നടപടിക്ക് കാരണമാകുന്നത് എന്ന് KM ഷാജിയും VD സതീശനും വിശദീകരിക്കണം. ശ്രീ KM ഷാജിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ കേരളത്തിൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ്. താങ്കൾ മദനിയെപ്പോലെ പെരുമാറരുത്. ജനാധിപത്യ അവകാശങ്ങൾ, ജനപ്രതിനിധികളുടെയും പൗരന്മാരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മന്ത്രിയായിട്ട് KM ഷാജി പെരുമാറണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇന്ന് KM ഷാജിയുടെ പെരുമാറ്റം കാണുമ്പോൾ മന്ത്രിയായിട്ടല്ല മദനിയായിട്ടാണ് KM ഷാജി കേരളം ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ശ്രീ VD സതീശൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടാണോ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അതോ KM ഷാജിയെ പോലെയുള്ള മതമാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ നിലപാടാണോ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കണം. ഞങ്ങൾക്ക് KM ഷാജിയോട് പറയാനുള്ളത്, മതമല്ല, ഭരണഘടനയാണ്, ചട്ടങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും നയിക്കേണ്ടത് എന്നാണ് KM ഷാജിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു ജനപ്രതിനിധിയുടെ അധികാരവും അവകാശവും അത് ചട്ടങ്ങൾ പ്രകാരം നടപ്പാക്കപ്പെടുന്ന സമയത്ത് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അതിലെന്താ റോളുള്ളത്? ഇവിടുത്തെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥ ഒരു ഉത്തരവിട്ടാൽ അതിൽ ആഭ്യന്തര വകുപ്പിന് എന്താണ് കാര്യം? മന്ത്രിക്ക് എന്താണ് കാര്യം? തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് എന്താണ് കാര്യം? ഇവിടുത്തെ സർക്കാരിൻ്റെ വർഗീയ നയം നടപ്പാക്കിയാലേ ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റൂ എന്നുള്ളതാണോ? ഇതെന്താ താലിബാൻ ഭരണമാണോ ഇവിടെ നടക്കുന്നത്? അതൊന്നും അംഗീകരിക്കാൻ ജനാധിപത്യ കേരളം തയ്യാറാവില്ല. ഇതിന് വലിയ ഉത്തരം നൽകേണ്ടി വരും ഈ ഭരണകൂടം. മനസ്സിലായില്ല. അല്ല അതിനെ തുടർന്നാണല്ലോ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ എസ്കോർട്ട് പരോള് നൽകി അതിൻ്റെ പേരിൽ അത് സുഗതൻ്റെ റിസ്കിൽ അവിടെ വന്നിട്ട് ഈ സത്യപ്രതിജ്ഞയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൻ്റെ തുടർന്ന് കേരളത്തിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുക, അത് വേറൊരു രീതിയിലുള്ള സംഘർഷത്തിലേക്കും നിയമ സംവിധാന തകർച്ചയിലേക്കും കാര്യങ്ങൾ പോകുമെന്നുള്ള റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ടാണല്ലോ കോടതി ജയിലിനകത്ത് തന്നെ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇവിടെ ഞങ്ങൾക്ക് 2000 ജനപ്രതിനിധികളേ ഉള്ളൂ.
അതിനേക്കാൾ എത്രയോ ഇരട്ടി ജനപ്രതിനിധികളുള്ള ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ നാളെയുടെ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ലേ? അപ്പോൾ ഞങ്ങളെ മാത്രം ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കെതിരെ ജനപ്രതിനിധികൾക്ക് അനുകൂലമായി നിയമപരമായിട്ട് ലഭിക്കുന്ന പരിരക്ഷ ലഭിക്കുമ്പോൾ അത് ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വരുതിയിലാക്കാനും ഭീഷണിപ്പെടുത്താനും ഇവരുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് നിന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള ഒരു ഭീഷണിയുടെ അന്തരീക്ഷമാണ് ഭരണകൂടം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ പിണറായി വിജയനേക്കാൾ അസഹിഷ്ണുവായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവവും ശരീരഭാഷയും മുഴുവൻ ഒരു അസഹിഷ്ണുവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖഭാവവും ശരീരഭാഷയുമായിട്ട് മാറിയിരിക്കുന്നു. പിണറായി വിജയനെ കടത്തിവെട്ടിയിരിക്കുകയാണ് അസഹിഷ്ണുതയുടെ കാര്യത്തിൽ വി.ഡി. സതീശൻ. അതൊക്കെയാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.